ഞാൻ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നില്ല. കർത്താവേ, നിന്റെ ഹിതം ഈ മകൾ ജീവനോടെ ഞങ്ങൾക്ക് തരണമെന്നാണോ? ജീവനോടെ തരണം, അല്ലെങ്കിൽ നീ എടുത്തു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലേക്ക് ഞാനൊരു ഡെഡ് ബോഡി പ്രതീക്ഷയോടെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. എന്റെ ഹൃദയം ഞാൻ പ്രതീക്ഷയോടെ ഇരുന്നു. അന്ന് രാത്രിയിൽ അവിടുത്തെ സീനിയർ ഡോക്ടറായിരുന്ന ഡോക്ടർ എഴുത്തച്ഛൻ, മലയാളിയാണ്, അവർ നിരീശ്വരവാദിയുമാണ്. പുള്ളിയായിരുന്നു അവിടുത്തെ മെയിൻ സീനിയർ ഡോക്ടർ. എഴുത്തച്ഛൻ തൃശ്ശൂർക്കാരനാണ്. പുള്ളി നേരത്തെ ഓൺബോർഡിൽ നിന്ന് സംസാരിച്ചു. അവസാനം പുള്ളിക്ക് വരേണ്ടി വന്നു. വീട്ടിൽ നിന്ന് റഷ് ചെയ്ത് വന്നിട്ട് ഈ മോണിറ്ററും ഇതുമെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇനിയും മെഡിക്കൽ സയൻസ് ഈ കുഞ്ഞിനെ രക്ഷിക്കുവാനൊന്നും ഞാൻ കാണുന്നില്ല. അതുവരെയും ആ ഡോക്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാ പ്രോബ്ലം വന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, അവസാനമായി ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇവളുടെ ലെൻസിന്റെ എക്സ്റേ എടുത്തിട്ട് എന്നെ കാണിച്ചു. ഈ ലെൻസ് അങ്ങ് ഒട്ടിപ്പോയി, രണ്ടും ഒട്ടിപ്പോയി. ഈ ലെൻസ് നിറയണമല്ലോ ഓക്സിജൻ കൊണ്ട്, അതൊന്ന് ഓക്സിജൻ കൊണ്ട് നിറയാതെ ഇത് രണ്ടും ഒട്ടി കട്ടി പിടിച്ചു പോയി. അവളുടെ ശരീരം മുഴുവൻ കറക്കുവാൻ ഇടയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകം ആ ലങ്സിലേക്ക് അടിച്ചു കയറ്റുക, എന്നിട്ടത് പുറത്തുനിന്ന് വീർപ്പിക്കുക എന്നുള്ളത്. അതാണ് അവസാന കഴിക്കുന്നത്. അതിന്റെ സൈഡ് എഫക്ട് വേറെ ഉണ്ട്. അന്നേരം സൈഡ് എഫക്ട് നോക്കത്തില്ല, ജീവൻ രക്ഷിക്കാന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനിത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ അവിടെ ഇരുന്നിട്ട് ആ മോണിറ്ററെ നോക്കി കുറെ നേരം ഇങ്ങനെ ഇരിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ ആ ഡോക്ടർ എന്തോ ചെയ്തു, ഈ വെന്റിലേറ്റർ സിസ്റ്റത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ മാറ്റിയിട്ട് തന്റെ കൈ കൊണ്ട് ചെയ്യുവാനിടയായി തീർന്നു. അപ്പൊ ഈ കൈ കൊണ്ട് നമുക്ക് ബാഗ് ചെയ്യാം. ഈ വെന്റിലേറ്റർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡോക്ടേഴ്സിന് അത് ചെയ്യുവാൻ കഴിയും. കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ഡോക്ടർ ഞാൻ അതൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ചെയ്തപ്പോൾ പുള്ളിക്ക് ഒരു ചെറിയ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നമ്മുടെ ഈ കുറുകുറുക്കുന്ന പോലെ, കുഞ്ഞുങ്ങൾ കുറുകുറുക്കും കിട്ടുന്ന സൗണ്ട് പോലെ പുള്ളി കേൾക്കുവാനിടയായി തീർന്നു. ആ നിമിഷത്തിൽ തന്നെ പുള്ളിക്ക് കാര്യം പിടികിട്ടി. വിത്തിൻ 30 സെക്കൻഡ് കൊണ്ട് പുള്ളി ആ വെന്റിലേറ്ററിന്റെ തൊണ്ടയ്ക്കൂടെ കിടക്കുന്ന വെന്റിലേറ്ററിന്റെ ട്യൂബ് മാറ്റിയിട്ട് അതിന്റെ വലിയ സൈസ് ഇടുവാനിടയായി തീർന്നു. അപ്പോൾ കുഞ്ഞ് ഓക്സിജൻ ലെവൽ കൂടാൻ തുടങ്ങി. ഇതൊരു ശാരീരിക പ്രോബ്ലം അല്ലായിരുന്നു, അത് ഹോസ്പിറ്റലിന്റെ മെക്കാനിക്കൽ ഇഷ്യൂ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കുവാനിടയായി. പ്രാർത്ഥനകളും ആ കുഞ്ഞിന്റെ ജീവനെ വളർത്തി തരുവാൻ ദൈവം സഹായിച്ചു. 3 മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോകാനിടയായി തീർന്നു. ആ വീട്ടിൽ പോയ സമയത്ത് ഓക്സിജനോട് കൂടെയാണ് ഞങ്ങൾ പോയത്. ഈ മൂക്ക് രണ്ടിനകത്ത് ഓക്സിജൻ ഇടുന്നുള്ള വലിയ 2 ഓക്സിജൻ ടാങ്ക് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ കാത്ത് തുറന്നത് നമുക്ക് പേടിയാണ്. ഇവർ ശ്വാസം ഇടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാര്യം ഇതെല്ലാം ഇവർ പഠിച്ചു വരണം. ഒരു നോർമൽ കുഞ്ഞുങ്ങൾക്ക് അത് അറിയാം. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിന്നെയും പഠിച്ചു വളർന്നു വന്നെങ്കിലേ അതിൽ കേപ്പബിലിറ്റി അവർക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ദൈവം അവരെ സഹായിച്ചു. ആദ്യ സമയങ്ങളൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് വലിയ ടക്കി അല്ലെങ്കിൽ ചവലിട്ട് പൊതിഞ്ഞായിരുന്നു. കാര്യം അല്ലാതെ ഇവരെ എടുക്കാനുള്ള ഒരുപ്പോയില്ല ഇവർക്ക്. അതുകൊണ്ട് ചവലിട്ട് പൊതിഞ്ഞെടുക്കും. എന്നാൽ ദൈവം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ ഇപ്പോൾ ഇവർക്ക് 15 മാസമുണ്ട്. ദൈവം സഹായിച്ചു. നാം കേട്ടതുപോലെ നാം വായിച്ച വാക്യം പോലെ നമ്മളുടെ പുത്രന്റെ സ്വരൂപത്തോടാക്കുവാൻ ഞാൻ ആ കുഞ്ഞുങ്ങൾ 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ദൈവത്തോട് ഞാനൊരു കാര്യം പറഞ്ഞു, ദൈവമേ ഞാൻ റെഡിയാണ് ഈ പ്രയാസത്തിൽ കൂടെ കടന്നു പോകാൻ. പക്ഷെ ഒരു കാര്യം എനിക്ക് അങ്ങയോട് പറയുവാനുണ്ട്, ഇത് കഴിയുമ്പോൾ നീ എന്നെ വ്യത്യസ്തനാക്കി മാറ്റും. എനിക്ക് ഇങ്ങനെ ഒരു നോർമലായി ജീവിക്കുവാൻ താല്പര്യമില്ല, എനിക്ക് വ്യത്യസ്തനായി മാറണം എന്ന് പറയുവാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം. അനേകരോട് സുവിശേഷം പറയുവാനുള്ള പ്രാണയും ശക്തിയും എനിക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ദൈവം എനിക്ക് തന്നു. അനേക നിരീശ്വരവാദികളോട്, അനേക അമേരിക്കക്കാരെ ക്രിസ്ത്യൻ രാജ്യമെന്ന് നാം ഓർന്നു. എന്നാൽ അത് ഭൂരിപക്ഷം പേര് നിരീശ്വരവാദികളാണ്. അവരോട് പോയി കർത്താവിനെ പറ്റി പറയുവാനിടയായി തീർന്നു. അവരെ കർത്താവിലേക്ക് നേടുവാൻ പലരോടും പറയുവാനും ആ സുവിശേഷം പറയുവാൻ കർത്താവ് സഹായിച്ചു. അതിലൊരാളോട് പറഞ്ഞു, വലിയ ബൈക്കറാണ്, വലിയ ബൈക്ക് യാത്ര ചെയ്ത വ്യക്തിയോട് ഞാൻ നേരിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ചർച്ചിലൊന്നും പോകുന്നില്ല. കാര്യം എന്റെ മോള് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് മരിച്ചു. ദൈവം എന്തിനാണ് സംഭവിച്ചത്? 19 വയസ്സുള്ള എന്റെ ഒരു മകൾ 2 വർഷം മുമ്പ് മരിച്ചു. ദൈവം എന്തിനാണത് ചെയ്തത്? ആ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് താൻ ചർച്ചിൽ പോകുന്നില്ല, പള്ളിയിൽ പോകാതെ വീട്ടിലിരിക്കുന്ന ആ വ്യക്തിയോട് നേരിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പുള്ളിക്ക് 50 വയസ്സ് കാണും. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ബ്രദർ എനിക്ക് വെറും 31 വയസ്സേ ഉള്ളൂ. ഈ 31 വയസ്സിൽ എനിക്ക് 3 മക്കളെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ എന്റെ കർത്താവിനെ തള്ളി കളഞ്ഞില്ല. ഹല്ലേലൂയ. എനിക്ക് വലിയ പ്രത്യാശയുണ്ട്. എന്റെ സ്വർഗ്ഗത്തിൽ ഞാൻ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ എന്റെ കുഞ്ഞുങ്ങൾ അവിടെ കാണും എന്നുള്ള വലിയ പ്രത്യാശയുണ്ടെന്ന് പറയുവാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യന്റെ രാത്രി റേഡിയോട് നിലകൊണ്ട്
ആ വലിയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുവാനിടയായി തീർന്നു. ആ വ്യക്തിയുടെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. സ്തോത്രം. ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങൾ പലരെയും ബലപ്പെടുത്തുവാൻ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ സകല കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ സ്നേഹം, ആ ആശ്വാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കഷ്ടങ്ങളിൽ സഹായിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ബോധ്യമാകുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുക. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നമ്മളെ കടത്തിവിടുന്ന ചെറുതും വലുതുമായ പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ ദുരന്തം, നമ്മൾ ഈ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുരന്തമെന്നേ നാം പറയത്തുള്ളൂ. പക്ഷെങ്കിൽ അതിനുവേണ്ടി ദൈവം ആ ദുരന്തത്തെ നന്മയാക്കി ക്രിസ്തുവിനോട് മാറ്റുവാൻ, നമ്മളെ നന്മയാക്കി മാറ്റുവാൻ അവസാന നിത്യതയിൽ ചെല്ലുമ്പോൾ ഇതിന്റെ ഹല്ലേലൂയ എന്തുകൊണ്ട് ഇതിൽ കൂടെ കടന്നുപോയത്